മാവേലിക്കര തഴക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് മുറജപം നടന്നു. ദേവപ്രശ്ന വിധിപ്രകാരമാണ് മുറജപം നടത്തിയത്. മാവേലിക്കര തഴക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് മുറജപം നടന്നു. ദേവപ്രശ്ന വിധിപ്രകാരമാണ് മുറജപം നടത്തിയത്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം നടത്തിവരുന്ന ചടങ്ങിൽ ഋഗ്വേദം, സാമവേദം, സഹസ്രനാമം, ജലജപം എന്നിവ ചിട്ടയോടെ ചൊല്ലി. അതിനെ അനർത്ഥമാക്കിക്കൊണ്ട് അവസാനത്തെ സൂക്തം അവസാനിക്കുകയാണ്. ക്ഷേത്രം തന്ത്രി അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ഗുരുവായൂർ ഹരികന്യക വടക്കുംപാട്ട് മനയിൽ നാരായണൻ നമ്പൂതിരിയുടെയും പശുപതി നമ്പൂതിരിയുടെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടന്നതെന്ന് ശ്രീ സുബ്രഹ്മണ്യ ഹൈന്ദവ സേവാസമിതി പ്രസിഡന്റ് ജയപ്രകാശ് പറഞ്ഞു. നമ്മുടെ ക്ഷേത്രത്തിലെ കഴിഞ്ഞ വർഷം ജൂലൈ മാസം 30 കൂറ്റനാട് രാവുണ്ണിപ്പണിക്കരുടെ നേതൃത്വത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി. ആ ദേവപ്രശ്ന ചാർട്ട് പ്രകാരമാണ് പരിഹാരക്രിയയുടെ 3ാം ഘട്ടമായിട്ടുള്ള മുറജപം എന്ന ചടങ്ങ് ഇവിടെ നടന്നത്. അത് നമ്മുടെ പ്രതിഷ്ഠാ വാർഷികം അതായത് ജനുവരി മാസം 26 നടത്തപ്പെടുന്നത് അശ്വതി നക്ഷത്രത്തിൽ. അതിന് മുന്നോടിയായി മുറജപം നടത്തണമെന്ന് ഉള്ള നിർദ്ദേശപ്രകാരമാണ് ഇവിടെ നമ്മൾ ഇന്ന് മുറജപം നടത്തിയത്. അതിന് ഗുരുവായൂരിൽ നിന്നുള്ള 2 ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിയുടെയും പശുപതി നമ്പൂതിരിയുടെയും നേതൃത്വത്തിലാണ് മുറജപം നടന്നത്. നാടിൻ്റെ ഐശ്വര്യത്തിനും ഭഗവാന്റെ എല്ലാ അതായത് ഭഗവാൻ നാൾക്കുനാൾ ഉയർച്ചയിലുണ്ടാകുന്നതിനും നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഐശ്വര്യങ്ങളും നന്മയും നേരുന്നതിന് വേണ്ടിയാണ് ഈ മുറജപം നടത്തുന്നത്. അത് നെയ്യിലാണെങ്കിൽ മുറജപം അത് മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടാണ് ഈ തിരുമേനിമാർ 2 ദിവസമായി നടത്തി വന്നത്. ഒട്ടനവധി ഭക്തജനങ്ങൾ ഈ മുറജപ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു മുറജപത്തിൻ്റെ ആദ്യമായിട്ടാണ് ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നത്. എന്താണ് മുറജപം എന്ന് പലർക്കും അറിയില്ല. ഒരു ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് ഒരു ദേവൻ്റെ ചൈതന്യലോപം തീരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ക്ഷേത്രങ്ങളിൽ മുറജപം നടത്താറുള്ളത്. അപ്പോൾ അത് ഋഗ്വേദ മുറജപമാണോ ഇപ്പോൾ കഴിഞ്ഞത്. പല ഋഗ്വേദത്തിലെ എല്ലാ സൂക്തങ്ങളും മുറയായിട്ട് ജപിച്ച് അവസാനം മുറ മുടിഞ്ഞ് അത് ദേവന് ഉപസ്തരിക്കുന്ന നേദ്യത്തിലൊക്കെ ഉപസ്തരിക്കുന്ന ഒരു ഇതാണ് മുറജപം എന്ന് പറയുന്നത്. ചടങ്ങുകൾ ദർശിക്കുന്നതിന് നിരവധി ഭക്തജനങ്ങൾ എത്തി. CDNet ന്യൂസ് മാവേലിക്കര.